അവർ ശരീരത്തെ വരച്ചാലും മനസ്സിലായി. കുട്ടിയില്ലേ നഴ്സറി ഉണ്ടോ, കുട്ടിയില്ലേ LKG ഉണ്ടോ, UKG ഉണ്ടോ, കുട്ടിയില്ലേ RKG ഉണ്ടോ? ആണ് നമ്മൾ വിചാരിക്കുന്നത് 2026 മുതൽ ഇന്ത്യയിലെ ആണുങ്ങൾ കല്യാണം കഴിക്കുക, പെണ്ണുങ്ങളും കല്യാണം കഴിക്കുക. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ മനുഷ്യന്മാരുണ്ടാവും. ഹലോ, ഹായ്. ആദില നൂറ. ഈ ആദിലയുടെയും നൂറയുടെയും റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട്, മോഹൻലാലിനെ പറ്റിയിട്ട് മതം തലയ്ക്ക് പിടിച്ച ഒരു നാറി അയാൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊന്ന് കേൾക്കാം, എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കും അത് ചിലപ്പോൾ പോസിറ്റീവായിട്ടും കേൾക്കാം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടും വരാം. ഈ ഒരു കാര്യത്തിൽ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ്. അത് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. കാരണം ഈ ഒരു റിലേഷനെ കുറിച്ചിട്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അത് ആരുടെയും തലയിൽ കയറാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദിലയും നൂറയും കുറിച്ച് മാത്രമല്ല, ഇവരെ പോലെ ഇരിക്കുന്ന ബാക്കിയുള്ള ആൾക്കാരുടെയും കൂടെയാണ് പറയുന്നത്. ഓക്കെ, ബിഗ് ബോസ് പോലെയുള്ള മോഹൻലാലിന്റെ പേര് പറയാൻ പോലും ഇപ്പൊ എനിക്കൊരു അറപ്പ് തോന്നാറുണ്ട്. കാരണം വളരെ മോശമായതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് അദ്ദേഹം മാറി. എന്താ അവാർഡ് കിട്ടിയും കാര്യമില്ല, എന്താ അവാർഡ് കിട്ടി? ലോകത്തിന്റെ സകല പുരോഗതിക്കും എതിരെ നിൽക്കുന്ന രണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി വാദിച്ച ആളായതാണ്. ലോകത്തിന്റെ പുരോഗതി എന്നേക്കുമായി നിന്നു പോകണമെന്നും, ലോകത്തിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചുപൂട്ടണമെന്നും, ലോകത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇനി മുതൽ ഉണ്ടാകരുത് എന്ന് വാദിച്ച രണ്ട് പെൺകുട്ടികൾ, ലോകത്ത് മനുഷ്യകുലം ഇനൊരു 100 കൊല്ലത്തിന് ശേഷം വേണ്ട എന്ന് തീരുമാനിച്ച രണ്ട് പെൺകുട്ടികൾ, മുസ്ലിം സമുദായത്തിലെ രണ്ട് ഷെറുകൾ, നാഷണൽ വേസ്റ്റുകൾ, അതിന് പകരം 18-ാം വട്ട തെങ്ങ് വെച്ച കരിക്കുന്നത്, അങ്ങനത്തെ രണ്ട് ജന്മങ്ങൾ, ആ രണ്ട് ജന്മങ്ങൾക്ക് വേണ്ടി വാദിക്കുക. ഞാൻ ഇങ്ങനെ വിചാരിക്കും, മോഹൻലാലിന്റെ അച്ഛനും മമ്മൂട്ടിന്റെ ബാപ്പയും കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുക. മോഹൻലാലും ഉണ്ടാവില്ല, മമ്മൂട്ടി ഉണ്ടാവില്ല. ഉണ്ടാവോ? ആ കോമൺ സെൻസ് ഇല്ലാത്ത ഒരുത്തനാണ് ബിഗ് ബോസ് കിടന്ന് നിരങ്ങുന്നത്. ഫാൻസ് കയറി തല്ലിവിടെ നട്ടോ. എന്ത് മഹാത്മാഗാന്ധിയുടെ അച്ഛനും നെഹ്റുവിന്റെ അച്ഛനും കല്യാണം കഴിച്ചാൽ മഹാത്മാഗാന്ധി ഉണ്ടാവില്ല, നെഹ്റു ഉണ്ടാവില്ല. ഇത് കോമൺ സെൻസ് ഉള്ളവർ മനസ്സിലാവും. എടോ, നാഷണൽ വേസ്റ്റേ അവരല്ല വേസ്റ്റ് എന്ന് വിളിക്കേണ്ടത്, തന്നെയാണ് വേസ്റ്റ് എന്ന് വിളിക്കേണ്ടത്. ഓക്കെ, താനിവിടെ ഘോരമായിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ, ആണും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കൊച്ചുങ്ങളുണ്ടാവില്ല എന്നുള്ളത്. തന്നോട് ആര് പറഞ്ഞു കൊച്ചുങ്ങളുണ്ടാവില്ല എന്നുള്ളത്? കൊച്ചുങ്ങളുണ്ടാവാൻ വേണ്ടിയിട്ട് കല്യാണം കഴിച്ച് സെക്സ് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. അതറിയാവോ തനിക്ക്? ടെക്നോളജിയൊക്കെ വളർന്ന് പന്തലിച്ച് മനുഷ്യ. ഇത് വല്ലതും താൻ അറിയുന്നുണ്ടോ? തൻ്റെ ബാപ്പയും ഉമ്മച്ചും ഒന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ താൻ എന്ന വേസ്റ്റ് ഇല്ലാതിരുന്നേനെ. മനസ്സിലായോ? താൻ എന്ന വേസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് താൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനുണ്ടാവുന്നത്. താൻ എന്ന നാഷണൽ വേസ്റ്റ് ഇല്ലാതിരുന്നായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. വേസ്റ്റേ, കോമൺ സെൻസ്, ഈ പറഞ്ഞ സാധനം തനിക്കുണ്ടോ? കോമൺ സെൻസ് അതുണ്ടായിരുന്നെങ്കിൽ ഈ രീതിയിൽ സംസാരിക്കത്തില്ലായിരുന്നു. കോമൺ സെൻസ് എന്താണെന്ന് പോലും അറിയാത്തൊരു ചേട്ടൻ വന്നിരുന്ന് ഘോര പ്രസംഗിക്കുന്നു. കഷ്ടം. താൻ എന്തുവാ സ്ത്രീകളെ പറ്റി വിചാരിച്ച് വച്ചേക്കുന്നത്? കല്യാണം കഴിച്ച് കുട്ടികളുണ്ടാവാനുള്ള യന്ത്രമാണ് സ്ത്രീകളെന്നോ? അങ്ങനെ വല്ല ധാരണയുണ്ടോ? സ്ത്രീകൾ കുട്ടികളുണ്ടാവാൻ വേണ്ടി മാത്രമുള്ള വല്ല പ്രൊഡക്റ്റും ആണെന്ന്? അങ്ങനെ വല്ലതും മനസ്സിലുണ്ടെങ്കിൽ അത് ആ മനസ്സിൽ വെച്ചാൽ മതി. അത് നാട്ടുകാരുടെ നേരെ ഇട്ടങ്ങ് തുപ്പണ്ട. മനസ്സിലായോ? ഓരോ പെണ്ണിനും അവളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്, അവളുടേതായിട്ടുള്ള രീതികളും ഇഷ്ടങ്ങളും ഉണ്ട്. അത് താൻ കൊണ്ടുപോയി കൊച്ചുങ്ങളുണ്ടാവാനുള്ള പ്രൊഡക്റ്റായിട്ട് മാറ്റരുത് കേട്ടോ. താൻ തൻ്റെ കുടുംബത്തിലും തൻ്റെ വീട്ടിലും അങ്ങനെ ആയിരിക്കും പെരുമാറുന്നത് എന്നും കാരണം നാട്ടുകാരുടെ നെഞ്ചത്തോട്ട് തുപ്പാൻ നിൽക്കണ്ട. എത്ര വർഷം അവർ ശരീരത്തെ വരച്ചാലും മനസ്സിലായി. കുട്ടിയില്ലേ നഴ്സറി ഉണ്ടോ, കുട്ടിയില്ലേ LKG ഉണ്ടോ, UKG ഉണ്ടോ, കുട്ടിയില്ലേ RKG ഉണ്ടോ? ആണ് നമ്മൾ വിചാരിക്കുന്നത് 2026 മുതൽ ഇന്ത്യയിലെ ആണുങ്ങൾ കല്യാണം കഴിക്കുക, പെണ്ണുങ്ങളും കല്യാണം കഴിക്കുക. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ മനുഷ്യന്മാരുണ്ടാവും. അത്രയും അബദ്ധജടിലമായ ഒരു വിവരക്കേട് എന്നിട്ട് പറയാ, ഓരോ ഞാൻ എന്റെ വീട്ടിൽ കയറ്റുന്നു, എന്റെ വീട്ടിൽ ആരെയും കയറ്റാ, അത് ഞങ്ങൾക്കറിയാം, അജ്ജി കയറ്റാറുണ്ട്, അജ്ജി കയറ്റിക്കോ, പക്ഷെ ലോകത്തോട് പറയണ്ട. അത് ലോകത്തോട് പറയണ്ട, മനുഷ്യനെ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമല്ല. ഏഷ്യാനെറ്റിനൊക്കെ നിങ്ങൾ സൂക്ഷിച്ചോളി, അത്യന്തം അപകടകരമായ ചാനലുകളാണ്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും, എനിക്കൊരു വിഷമമില്ല. ഇന്ന് കിടന്നുറങ്ങി എനിക്ക് നല്ലോണം സത്യം ഉറക്കം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ.
എടാ അവർ എന്തേലും ഉണ്ടായിക്കോട്ടെടോ. എടാ കൊച്ചുണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് തന്നെ വേണം തന്നോട് ആരാ പറഞ്ഞേ? എത്രയോ കൊച്ചുങ്ങൾ അനാഥമായിട്ട് ഓഫനേജിലും അവിടെ ഇവിടെ ഒക്കെ കിടക്കണോ. അതിൽ നിന്ന് എടുത്ത് വളർത്തോടോ. ഏ അവർക്ക് കൊച്ചുണ്ടാക്കിയാലേ പറ്റുന്ന തനിക്ക് വല്ല നിർബന്ധമാണെങ്കിൽ അങ്ങനെയുള്ളിടത്ത് അവരെടുത്ത് വളർത്തും. മൈക്കിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ താൻ വലിയ എന്തോ ആണെന്നുള്ളത് തൻ്റെ ധാരണ ഉണ്ടല്ലോ. താൻ വെറും പുല്ലാണ്, പുല്ല്. ഈ പശുവൊക്കെ തിന്നുന്ന പുല്ലുണ്ടല്ലോ, അത്രയുള്ള വിലയുള്ളോ തനിക്കൊക്കെ. മനസ്സിലായോ? മതവും തലയ്ക്ക് പിടിച്ചിട്ട് നിന്നെപ്പോലെയുള്ള ആൾക്കാരാണ് ഈ മതത്തിൻ്റെ പേരിൽ മനുഷ്യന്മാരെ തമ്മി തല്ലിക്കുന്നത്. മനസ്സിലായോ? മതം തലയ്ക്ക് പിടിച്ചിട്ടുള്ള ആൾക്കാരെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ ആൾക്കാർക്കും ജീവിക്കാനുള്ള, എല്ലാ മതക്കാർക്കും ജീവിക്കാനുള്ള, എല്ലാ സെക്ഷുവാലിറ്റിയിലുള്ള ആൾക്കാർക്കും ജീവിക്കാനുള്ള അധികാരമുണ്ട്. അവിടെ തന്നെ പോലെയുള്ള കുറേ എണ്ണങ്ങൾ വന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി തമ്മി തല്ലിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതൊക്കെ ചെയ്യുന്നത് താനും തൻ്റെ പോലെയുള്ള കുറേ എണ്ണങ്ങളുമാണ്. അതിപ്പോൾ എനിക്ക് ഉറപ്പായി. ഇവരെ പോലെയുള്ള ആൾക്കാരെ ജനങ്ങൾ അംഗീകരിച്ചു എന്ന് തോന്നി തുടങ്ങിയപ്പോൾ തനിക്ക് കുരു പൊട്ടി. അതല്ലേ തൻ്റെ ഈ പ്രശ്നം അല്ലേ? അപ്പം താൻ മതവും ജാതിയും കോപ്പും കൊണ്ട് വന്നിട്ട് സെക്ഷുവാലിറ്റിയും കൊണ്ട് വന്നിട്ട് ഇരുന്ന് അങ്ങ് പ്രസംഗിക്കുന്നു. എടാ ഇതൊക്കെ ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. താൻ പോയി ഒന്ന് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ പോയി ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. തനിക്കപ്പം മനസ്സിലാവും ഇത് എത്ര കാലം മുമ്പുള്ളതാണെന്നുള്ളതൊക്കെ. പക്ഷെ ഇത് ഇപ്പോഴാണ് സൊസൈറ്റിയിൽ മുന്നിലേക്ക് വരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? എടാ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം ഉണ്ടോ. അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള അവകാശമുണ്ട്. തന്നെ പോലെയുള്ള കുറേ എണ്ണങ്ങൾ പ്രസംഗിച്ചിട്ടാണ് അതൊക്കെ ആൾക്കാരുടെ മനസ്സിലും ശരീരത്തിലൊക്കെ നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കുന്നത്. തന്നെ പോലെയുള്ള ആൾക്കാരില്ലാതിരുന്നെങ്കിൽ എന്നേ നന്നായി പോയേനെ. ശരി എന്നാൽ.